ഇന്നൊരു മിനി വ്ളോഗ് ആയല്ലോ ഗൈസ്. നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പർച്ചേസിനായിട്ട് മോളിലോട്ട് വന്നതാണ്. അവിടെ നോക്കിയപ്പോൾ 50% ഓഫ് നടക്കുക. കയറിയിട്ട് കണ്ട കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാട്ടോ പോയത്. ഞങ്ങൾക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല പെരുകുള്ളതുകൊണ്ട് നല്ല പെയിൻ ആട്ടോ ഈ ത്രെഡ് ചെയ്യുമ്പോൾ. പിന്നീട് അവിടെ ഫോട്ടോ ബൂത്തൊക്കെ വന്നാട്ടോ. പിന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നേ. ഇതൊക്കെയായിരുന്നു കേട്ടോ മേടിച്ചത്. പപ്പയ്ക്കൊരു മുണ്ടും ഷർട്ടും പിന്നെ ഞാൻ ഇവിടെ നിന്നൊരു ലിപ്സ്റ്റിക്ക് എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ വീട്ടിലൊന്ന് നോക്കിയപ്പോഴാ ഷെയ്ഡ് മാച്ചല്ലെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ടോപ്പ് എടുത്തായിരുന്നു അവിടെ നിന്ന് തന്നെ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഒറ്റ മൈൻഡ് എടുത്ത കേട്ടോ ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മാച്ച് ആവുന്ന ബാംഗിൾസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗും കൂടെ എടുത്തായിരുന്നു കേട്ടോ. പിന്നീട് കുറച്ച് ചില്ലറ കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഈ ഒരു വാലറ്റിൻ്റെ കളർ കണ്ട് മേടിച്ചതാണ്. ക്വാളിറ്റിയും നല്ല. ടോപ്പിൻ്റെ സെയിം കളർ മാച്ച് ആവുന്നൊരു ചെരുപ്പും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നീട് അതും മേടിച്ച് ഉമ്മയുടെ ഡ്രസ്സ് ഈ കളർ കേട്ടോ. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് വ്യൂ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരുങ്ങി എത്തിയപ്പോൾ ഒരു സമയമായിരുന്നു കേട്ടോ. ഇതാണ് ഇച്ചുവിൻ്റെ ഡ്രസ്സ്. കല്യാണം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം കേട്ടോ. അങ്ങനെ ഓടിപ്പിടിച്ച് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ടൈമായി. പിന്നെ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നീട് ഞങ്ങൾ റിലേറ്റീവ്സിനൊക്കെ കണ്ട് സംസാരിച്ച് ഇറങ്ങി ഒരു പൈനാപ്പിൾ മേടിച്ച് കഴിച്ചു കേട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾ ക്ലിഫിലോട്ട് കയറി. അവിടെ ഇറങ്ങിയപ്പോഴും പൊരിഞ്ഞ വെയിൽ ഇറങ്ങണ്ടായിരുന്നെന്ന് പിന്നെ ഗൈസ് തോന്നിയത്. അത്രയ്ക്കും വെയിലായിരുന്നു. നടന്നൊരു പരുവോ. ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇറങ്ങുമ്പോൾ പിക്കൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഗൈസ്. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത്രയ്ക്കും വെയിലായിരുന്നു. നടക്കാൻ ഇരിക്കാൻ പോലും പറ്റാത്തത്ര വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ സൈഡ് വ്യൂസൊക്കെ കണ്ട് ഷോപ്സൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. എൻ്റെ പപ്പയുടെ സ്ഥലം വർക്കലയാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ അവിടെ വന്നാലും ക്ലിഫിലോട്ട് കയറാറുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് ഫെമിലറാണ്. പിന്നീട് ഞങ്ങൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെല്ലാനായിട്ട് പ്ലാൻ ഇട്ട കേട്ടോ. അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു പിന്നെ മനസ്സിലായത്. അവിടെ ചെന്ന് കാലൊക്കെ നനയ്ക്കാമല്ലോ എന്ന് കരുതിയതാണ്. പക്ഷെ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു, ആർക്കും അലോഡഡ് അല്ലായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. വീണ്ടും ആ വെയിലത്ത് അവിടെ നിന്ന് നടന്ന് ഞങ്ങൾക്ക് അപ്പുറത്തെത്തിയാലേ മുകളിലോട്ട് കയറാൻ പറ്റും. അങ്ങനെ ഒരു അബദ്ധം പിടിച്ച ഡേ ആയിരുന്നു ഗൈസ് ഇന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.